ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നോക്ക് ദ റെസിപ്പി ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റൈസ് റെസിപ്പിയുമായിട്ടാണ്, വെജ് പുലാവ്. അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിൽ ആദ്യമായി വരുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ വേഗം ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. 2 കപ്പ് ബസ്മതി റൈസ് 4-5 വട്ടം കഴുകി വൃത്തിയാക്കി 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച ശേഷം സ്ട്രെയിൻ ചെയ്ത് വെച്ചതാണിത്. പിന്നെ 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പു, 3 പച്ചമുളക്, 3 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, 1 ചെറിയ സവാള, 3 ടേബിൾ സ്പൂൺ ഫ്രോസൺ പീസ്, 7 ബീൻസ് നീളത്തിൽ നുറുക്കിയത്, 1 പിടി പനീർ, 2 ടേബിൾ സ്പൂൺ ബട്ടർ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. കോളിഫ്ലവറും ബ്രൊക്കോളിയും ഒക്കെ വെജ് പുലാവിലേക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ എടുക്കുന്ന അരിയുടെ അളവിനനുസരിച്ച് വെജിറ്റബിൾസിന്റെ അളവും അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിൽ ആയാലും യൂസ് ചെയ്യാവുന്നതാണ്. ബട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആകുമെന്ന് മാത്രം. ഇനി പുലാവ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായി ഒരു പാനിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ചേർത്ത് കൊടുത്ത് ബട്ടർ മെൽറ്റ് ആയാൽ പട്ടയും ഏലക്കയും ഗ്രാമ്പൂവും ചേർത്ത് മൂപ്പിച്ചെടുക്കണം. 1 മിനിറ്റ് ഇങ്ങനെ മൂപ്പിച്ചെടുത്താൽ നല്ല ഫൈനായി ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് വാട്ടിയെടുക്കണം. ഇത് നന്നായി വാടിയാൽ ഇതിലേക്ക് കനം കുറച്ച് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് സവാള നന്നായി ട്രാൻസ്പാരന്റ് ആകുന്നവരെ വഴട്ടിയെടുക്കണം. സവാള ഇതുപോലെ വാടി വന്നാൽ ഇനി ബാക്കി എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പുലാവിന് നല്ലൊരു ഫ്ലേവർ കൂടി കിട്ടുമെന്ന് മാത്രം. ഇതിന് ശേഷം സ്ട്രെയിൻ ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് കൂടി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 3.5 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിന്റെ ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് ഒരു ഉന്നം കൂടുതൽ നിൽക്കണം, എന്നാലേ അരി വെന്ത് കിട്ടുമ്പോൾ ഉപ്പ് കറക്റ്റ് ബാലൻസ് ആയി കിട്ടുള്ളൂ. ഞാൻ മൊത്തം 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളത്തിന്റെ കണക്ക് ഓരോരുത്തരും യൂസ് ചെയ്യുന്ന അരിക്കനുസരിച്ച് വ്യത്യാസപ്പെടും. എനിക്ക് ബസ്മതി റൈസിന്റെ തന്നെ വേറൊരു ബ്രാൻഡ് യൂസ് ചെയ്തപ്പോൾ 3.25 കപ്പ് വെള്ളം വേണ്ടി വന്നു 2 കപ്പ് അരിക്ക്. ഞാനിപ്പോൾ ഇന്ത്യ ഗേറ്റിന്റെ ബസ്മതി റൈസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെങ്കിൽ എടുത്തു വെച്ചിരിക്കുന്ന അരിയുടെ ഇരട്ടിയിൽ നിന്ന് 1/4 കപ്പോ 1/2 കപ്പോ കുറവ് വെള്ളമാണ് അരി കറക്റ്റ് വെവായി കിട്ടാൻ ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് 1 കപ്പ് അരിയാണെങ്കിൽ 1.5 കപ്പോ 1.25 കപ്പോ വെള്ളമാണ് യൂസ് ചെയ്യേണ്ടത്. 2 കപ്പ് അരിയാണെങ്കിൽ 3.5 കപ്പോ 3.25 കപ്പോ വെള്ളമാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു വട്ടം നിങ്ങളുടെ കയ്യിലുള്ള അരി വെച്ച് പുലാവ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് എത്ര വെള്ളം ചേർത്ത് കൊടുക്കണമെന്ന് കറക്റ്റായി മനസ്സിലാകും. വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം പാൻ അടച്ചു വെച്ച് 20 മിനിറ്റ് സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം. കറക്റ്റ് 20 മിനിറ്റ് ആയി സ്റ്റവ് ഓഫ് ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് അരി നല്ല കറക്റ്റ് വെവായി കിട്ടിയിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം ഒട്ടും തന്നെ വെവ് കൂടാതെ കറക്റ്റ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ ഇവിടെ നമ്മുടെ ടേസ്റ്റിയും അതോടൊപ്പം സൂപ്പർ ഹെൽത്തിയുമായ വെജ് പുലാവ് റെഡി. ഒരുപാട് വെജിറ്റബിൾസും പനീറും ബട്ടറും സ്പൈസസും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് ഇത് നല്ലൊരു ന്യൂട്രിയൻസ് ബാലൻസ്ഡ് ആയ റൈസ് റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും ഒപ്പം ഒരുപാട് ഹെൽത്തിയുമായിട്ടുള്ള ഈ റൈസ് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നാൽ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.